കുടകിൽ ട്രെക്കിങ്ങിനിടെ കാണാതായ ശരണ്യ കുടകിൽ നിന്ന് കോഴിക്കോട് നാദാപുരത്തെ വീട്ടിലേക്ക് തിരിച്ചു. 4 ദിവസത്തിനു ശേഷം വനമേഖലയിൽ നിന്നാണ് ശരണ്യയെ കണ്ടെത്തിയത്. വഴി തെറ്റിപ്പോയതാണെന്നും താഴേക്കിറങ്ങിയപ്പോൾ മുകളിലുണ്ടായിരുന്നവരെ കാണാതായെന്നും ശരണ്യ പറഞ്ഞു. മഴ പെയ്തതിനാൽ വഴുക്കലുണ്ടായിരുന്നു. പാറയും അരുവിയുമുള്ള സ്ഥലത്ത് വിശ്രമിച്ചെന്നും ശരണ്യ പറഞ്ഞു. രണ്ട് മൂന്ന് ദിവസം ഞങ്ങളിങ്ങനെ വളരെ വലിയ പരിഭ്രാന്തിയായിട്ട് പരിഭ്രാന്തിയായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പം കണ്ടെത്തി അവളുമായിട്ട് സംസാരിക്കും. വളരെ സന്തോഷം. അവൾ നല്ല ഹാപ്പിയാണ്, ഹെൽത്തിയാണ്. ഞങ്ങൾക്ക് സന്തോഷം തന്നെ. എല്ലാവരോടും നന്ദി. പല പ്രാവശ്യം പോയിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. ശരിക്കും പറയുമ്പോൾ കർണാടകയിൽ തന്നെ പല സ്ഥലത്തും പോയിട്ടുണ്ട്. കൂട്ടത്തോടെയും കൊണ്ട് ഒറ്റക്കും പോകാറുണ്ട്. ഞങ്ങൾ പാറപ്പുറത്ത് കിടന്ന് രാത്രി എന്ന് പറഞ്ഞ് വെള്ളം കുടിക്കാൻ കിട്ടി. ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ്. അവൾ ഹാപ്പിയാണ്, ഹെൽത്തിയാണ്. സമീർ സി മുഹമ്മദ് കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സമീറ, വലിയ ആശങ്കയായിരുന്നു, പ്രത്യേകിച്ച് ആ വീട്ടുകാരുടെ ആശങ്കയൊക്കെ അവർ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ശരണ്യ തിരിച്ചു വരട്ടെ എന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു. ഇന്ന് വൈകിട്ടതോടുകൂടിയാണ് ആ ആശ്വാസ വാർത്ത നമ്മളിലേക്ക് എത്തിയതും. ഈ രാത്രി പുലരും മുൻപ് തന്നെ ശരണ്യ വീട്ടിലെത്തുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായും വലിയ ആശ്വാസം പകരുന്ന വാർത്ത തന്നെയാണ് ഇന്ന് വൈകിട്ടോടുകൂടെ കുടകിൽ നിന്ന് നമുക്ക് ലഭ്യമായത്. ട്രക്കിങ്ങിനിടെ കർണാടകയിൽ അവരെ കാണാതാകുകയായിരുന്നു. പിന്നീടാണ് വലിയ സമഗ്രമായിട്ടുള്ള ദൗത്യമായിക്കൊണ്ട് അവിടെയുള്ള ആന്റി നക്സൽ വിഭാഗവും അതുപോലെ തന്നെ വനം വകുപ്പും അങ്ങനെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടുകൂടെ നീണ്ട പരിശ്രമമായിരുന്നു ശരണ്യയെ കണ്ടെത്താൻ. അതിന്റെ ഒടുവിലാണ് ശരണ്യയെ കണ്ടെത്തിയിരിക്കുന്നത്. ശരണ്യയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ അവിടെ ആശുപത്രിയിൽ പോവുകയും പിന്നീട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിഹരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ സ്വന്തം നാട്ടായിട്ടുള്ള നാദാപുരത്തേക്ക് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ അവർ നാദാപുരത്തെ വീട്ടിലെത്തും. നമുക്കറിയാം, വ്യാഴാഴ്ചയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള ശരണ്യയെ കാണാതായത്. അവരവിടുന്ന് ട്രക്കിങ്ങിന് പോയതായിരുന്നു. പിന്നീട് കൂട്ടം തെറ്റിപ്പോവുകയും ഉൾവനത്തിൽ പെട്ടുപോവുകയും ചെയ്തു. അങ്ങനെയാണ് അവർ ഒറ്റപ്പെടുന്നതും അവരെ കാണാതാവുകയും ചെയ്തത്. ഏതായാലും ആശ്വാസം നൽകുന്ന വാർത്ത അവരെ കണ്ടെത്തി എന്നുള്ളതാണ്. ഒപ്പം തന്നെ അവരെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വൈകാതെ തന്നെ വീട്ടിലെത്തും. വലിയ ഒരു നന്ദി കർണാടക സർക്കാരിനോടും അതുപോലെ കർണാടക സർക്കാരിന്റെ വനം വകുപ്പിനോടുമൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ KC വേണുഗോപാൽ MP ഉള്ളവരെ എല്ലാം തന്നെ അവരെല്ലാം ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. വലിയ രീതിയിലുള്ള പരിശ്രമമായിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. കർണാടക സർക്കാർ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ചു. അതുപോലെ തന്നെ ആ പരിശ്രമം വിജയം കാണുകയും ചെയ്തു. ഏതായാലും ശരണ്യ വൈകാതെ തന്നെ അവരുടെ വീട്ടിൽ എത്തിച്ചേരും. വിനീഷ. ശരി, സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഈ രാത്രി പുലരുന്നതോടുകൂടി ശരണ്യ നാദാപുരത്തെ വീട്ടിലെത്തും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത.